ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കാറടക്കം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. കാമുകനോ ഭർത്താവോ കൊന്നു കഴിഞ്ഞാൽ അത് ന്യായമാണ്, അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. സ്നേഹം കൂടിയ സമയത്ത് കൊന്നാണ്. അങ്ങനെയുള്ളൊരു കൊലപാതകമൊന്നുമില്ല. അടിമ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചു എന്നുള്ള തോന്നല്, സംശയം ഉടമയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൊല്ലാം. ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കാറടക്കം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭാര്യ മരിച്ചു, ഭാര്യയുടെ സുഹൃത്ത് രക്ഷപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സ്ഥിരമായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു കേസിലെ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലയാളി മധ്യവയസ്കനാണ്. മുന്നെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് കാമുകി കാമുകന്മാർ, അതേപോലെ തന്നെ യുവതി യുവാക്കൾ എന്നിവരൊക്കെ ആയിരുന്നു. ഇതിൽ മധ്യവയസ്സിലെത്തിയ ഒരു വ്യക്തിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിക്കുക ആയിരം അഭിവാദ്യങ്ങളാണ്. അപ്പൊ ആ ഒരു വാർത്തയുടെ ആദ്യത്തെ റിപ്പോർട്ടിങ്ങിൽ ഭാര്യയും സുഹൃത്തും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. ഈ ഒരു കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ അവൾ മരിക്കേണ്ടവളായിരുന്നു എന്നുള്ള കമന്റുകൾ വന്നങ്ങ് നിറഞ്ഞു. കൊന്നതിന്റെ കാരണമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്ത്രീയെ, ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാൾ, കാമുകനോ ഭർത്താവോ കൊന്നു കഴിഞ്ഞാൽ അത് ന്യായമാണ്, അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. സോംബികൾക്ക് ഈ പച്ചമാംസത്തിൽ കത്തികുത്തി ഇറക്കുന്നതിൽ മാത്രമല്ല ആഹ്ലാദം, അതിൽ കൂടുതൽ ആഹ്ലാദം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കത്തിക്കുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന പഴയ പ്രാചീന ഗുഹാമനുഷ്യൻ്റെ ചില ശേഷിപ്പുകളൊക്കെ ആയിരിക്കാം ഈ ഒരു കൊതി. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, കാട്ടുതീയിൽപ്പെട്ട മൃഗങ്ങളെ കഴിച്ചപ്പോൾ, ആ ഒരു കരിഞ്ഞ ഇറച്ചി കഴിച്ചപ്പോൾ രുചി തോന്നി, അതിൽ പിന്നെ ഇറച്ചി ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ആ ഒരു തീ വെച്ച് കൊല്ലുന്നതിലൊക്കെ കൂടുതൽ ആഹ്ലാദം. എന്തൊക്കെയാണെങ്കിലും സോംബികൾ കാര്യമായിട്ട് തന്നെ അഭിവാദ്യങ്ങൾ നേരുന്നുണ്ട്. സംശയരോഗമാണ് കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത്. ഇന്ത്യയിൽ നിയമത്തിന്റെ മേൽനോട്ടമില്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കുന്ന സമയത്ത് കൊല്ലുന്നത് പോലെയല്ല, അല്ലാതെ ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു ഇന്ത്യൻ പൗരനെ കൊന്നു കഴിഞ്ഞാൽ, അയാളെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്രൈമിൽ നമ്മൾ കൊലയാളെ ശിക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ പൗരബോധം, അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ കൊലയാളിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് സിവിക് സെൻസ് ഉള്ള ഒരു മനുഷ്യന് ചേർന്ന ഒരു കാര്യമല്ല. എന്നാൽ പ്രാചീന ചിന്താഗതിയിൽ നിന്ന് മാറ്റം സംഭവിക്കാത്ത ആളുകൾക്ക് മരിച്ചത് ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, ഭാര്യയ്ക്ക് ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഉടമയാണ്, മരിച്ചത് അടിമയാണ്. അപ്പോൾ അടിമ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചു എന്നുള്ള തോന്നല്, സംശയം ഉടമയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൊല്ലാം. പ്രാചീന ചിന്താഗതിക്കാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ അവിടെ രണ്ട് പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു പ്രാചീന ചിന്താഗതിയാണ് കമന്റ് ബോക്സിൽ കൂടെ 1000 അഭിവാദ്യങ്ങൾ കൊടുത്ത് ഇവര് ഊട്ടി ഉറപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് വീഡിയോ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻബോക്സ് ഒക്കെ നിറയുന്നത്? എന്നെ പോലുള്ള ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ പേടിയാണ്. ഈ ഒരു ചാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം അവിവാഹിതരായിട്ടുള്ള ആളുകളും കൂടെ ഉണ്ട്. പെൺകുട്ടികളുടെയൊക്കെ എണ്ണം നല്ലൊരു ശതമാനമുണ്ട്. അവർക്കൊക്കെ പേടിയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അവിവാഹിതരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും നാളെ തൻ്റെ തലയിൽ വല്ലോ ആകുമോ എന്നുള്ളത്. ഒരു സംശയം വന്നു കഴിഞ്ഞാൽ കൊന്നുകളയാൻ മൈൻഡുള്ള ക്രിമിനൽസ് ആണ് ഇവിടെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ കൂടുതലായിട്ടുള്ളത്. ക്രിമിനൽസ് ആണ്. ഇപ്പം അത് ഭർത്താവാണെങ്കിലും ഭാര്യ ആണെങ്കിലും കൊല്ലുന്ന ഒരാൾ ഒരു സൈക്കോപാത്താണ്. അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു നാർസിസിസ്റ്റ് ആണ്. ഒരിക്കലും ഒരു നല്ല മനുഷ്യന് സ്നേഹം കൊണ്ട് ഒരാളെ കൊല്ലാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ചുമ്മാ പറയുന്നതാണ്. സ്നേഹം കൂടിയ സമയത്ത് കൊന്നാണ്. അങ്ങനെയുള്ളൊരു കൊലപാതകമൊന്നുമില്ല. സ്നേഹമില്ലാത്ത ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ, ഒട്ടും മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൊല്ലുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഈ അടിമ ഉടമ സമ്പ്രദായമൊക്കെ ആണല്ലോ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ജന്മികൾ അവരുടെയൊക്കെ അടിയാന്മാരോടും കുടിയാന്മാരോടും ഒക്കെ ചെയ്തിരുന്ന ഒരു ക്രൂരകൃത്യമുണ്ട്. അവരെ അടിമകളായിട്ടാണല്ലോ കരുതപ്പെടുന്നത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് കുഴിച്ചിടും. സ്ത്രീകളെയൊക്കെ ഇഷ്ടം പോലെ ചവിട്ടിക്കൊന്ന പൂർവികരുടെ കഥകൾ ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള പ്രദേശത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ ന്യായീകരിക്കുമോ? ഭർത്താവിന് ഭാര്യയെ കൊല്ലാമെന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയുടെ ഉടമയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ പല ആളുകളുടെയും പൂർവികരായിട്ടുള്ള ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ അടിമയാവുന്ന സമയത്ത്
അവരുടെ ഉടമകൾക്ക് ഇവരെ കൊല്ലാവോ? അടിമ സമ്പ്രദായം ഒന്നും നിലനിൽക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണർഷിപ്പ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടിയുടെ ഓണർഷിപ്പും തരുന്നില്ല. ആ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ മറ്റൊരു ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ തമ്മിൽ കുടുംബമായിട്ട് ജീവിക്കാനൊന്നും ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യ ഡൗട്ടുണ്ട്, അവൻ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവൻ അഭിവാദ്യം അർപ്പിച്ചതുകൊണ്ട് നിയമത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതുമര്യാദകളിൽ അത് ശരിയാവുന്നില്ല.